പതിനാലാം രാവ് ഓ പതിനാലാം രാവ് ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിൻ്റെ കുദിറത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്നോനെ അറുക്കാൻ. ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിൻ്റെ കുദിറത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്നോനെ അറുക്കാൻ. മലയാളികളുടെ മനസ്സ് കീഴടക്കിയ മാപ്പിളപ്പാട്ടിന്റെ സംഗമത്തോടെ നമുക്ക് ആരംഭിക്കാം. ഇലേറിയ ദി ഗ്രേറ്റ് വൺസ് ഓഫ് മീഡിയ വൺ 14ാം രാവ് സീസൺ 6 co-presented by Topco Samsung Jewelry, BM Store and Fabrico Live Laundry. നമ്മുടെ സ്വന്തം ജഡ്ജസിനെ ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. ഹായ്. And a very on orchestra team. Hi. Ilaria Grade 1 Soap Media 1 14ാം രാവ് സീസൺ 6 co-presented by Topco Samsung Jewelry, BM Store and Fabrico Live Laundry. Judges. അപ്പോൾ നമുക്ക് ഇന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇന്നത്തെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഫസ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു ടോപ്പ് കണ്ടസ്റ്റന്റ് ആയ ഒരാളാണ്. ആരാണ്? അഫ്രാഖ്. നോ ഡൗട്ട്. മധ്യ റൗണ്ടിൽ പാടാനായി വരുന്നു അഫ്രാഖ്. ഹായ് അഫ്രാഖ്, എങ്ങനെയുണ്ടായിരുന്നു എൻട്രി? ഞാൻ അടിപൊളി എൻട്രി ഒക്കെ തന്നിട്ടില്ലേ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്ഥിതിക്ക് അടുത്തതും അടിപൊളിയാക്കണം. ഉറപ്പല്ലേ? പറ അക്ബർ. കാണുന്നില്ലേ നമ്മളെ പുലിക്കുട്ടിയെ? കണ്ടു. എന്ത് തോന്നുന്നു നമ്മളെ പുലിക്കുട്ടിയായ അഫ്രാഖിനെ കണ്ടിട്ട്? അത് നമുക്ക് പ്രോഗ്രാം കണ്ടിട്ട് അറിയാം ആൾ ആരാന്നൊക്കെ അല്ലേ? കാണിച്ചു കൊടുക്കില്ലേ? ആ, അപ്പം അടിപൊളിയായിട്ട് പാട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി قلت هيلتي أدركني يا حبيب الله.
അഹദവനാദരിത്തെ അഹ്മദിന്നോമനിത്തെ ആലമിൻ നിന്നും റഹ്മത്തെ അഷ്റഫുൽ ഹൽഖ് സത്തേ അഷ്റഫുൽ ഹൽഖ് സത്തേ അഹദവനാദരിത്തെ അഹ്മദിന്നോമനിത്തെ ആലമിൻ നിന്നും റഹ്മത്തെ അഷ്റഫുൽ ഹൽഖ് സത്തേ അഷ്റഫുൽ ഹൽഖ് സത്തേ തൗഹീദാം പൊൻസിറാജിൽ ത്വാഹ എന്ന നൂർ തെളിഞ്ഞു തൗഹീദാം പൊൻസിറാജിൽ ത്വാഹ എന്ന നൂർ തെളിഞ്ഞു തരുണിയാളാമിനയിൽ തരളിതമായി ഹൃദയം താമരപ്പൂവദനം പിറന്നൊരാസുദീനം അഹദവനാദരിത്തെ അഹ്മദിന്നോമനിത്തെ ആലമിൻ നിന്നും റഹ്മത്തെ അഷ്റഫുൽ ഹൽഖ് സത്തേ അഷ്റഫുൽ ഹൽഖ് സത്തേ ഖുറൈശി കുലത്തിൻ പതി പുത്രനാം അബ്ദുള്ളയും ഖുറൈശി കുലത്തിൻ പതി പുത്രനാം അബ്ദുള്ളയും പൊന്നുമോൻ ജാതനാകും മുമ്പേ തന്ത്യമാം യാത്ര പോയി ആറാം വയസ്സിലോളം ആറ്റുനോറ്റ് പോറ്റിയുമ്മ അഹദവനാദരിത്തെ അഹ്മദിന്നോമനിത്തെ ആലമിൻ നിന്നും റഹ്മത്തെ അഷ്റഫുൽ ഹൽഖ് സത്തേ അഷ്റഫുൽ ഹൽഖ് സത്തേ അന്ത്യപ്രവാചകരെ അർശിലൊളി കൊണ്ടവരെ അന്ത്യപ്രവാചകരെ അർശിലൊളി കൊണ്ടവരെ അല്ലമീനായി വളർന്നു അജ്ഞതക്കാരുതി വന്നു മഹിതനമാകെ നിറഞ്ഞു ഇസ്ലാമിൻ പ്രഭ നിറഞ്ഞു അഹദവനാദരിത്തെ അഹ്മദിന്നോമനിത്തെ ആലമിൻ നിന്നും റഹ്മത്തെ അഷ്റഫുൽ
പാട്ട്. എന്താ എനർജി, എപ്പോഴുള്ള പോലെ അതേ എനർജിയിൽ ഇങ്ങ് വന്നു അല്ലേ? നിഷാദേട്ടാ. അഫ്രക്, കഴിഞ്ഞ പാട്ടിനേക്കാൾ ഭംഗിയായി അല്ലേ? കഴിഞ്ഞ പാട്ടിൽ നമുക്ക് AC നമ്മളെ ചതിച്ചു അല്ലേ? ഇതിൽ അതൊന്നും ഉണ്ടായില്ല. ഗംഭീരായി അഫ്രക്, നന്നായിട്ട് പാടി കേട്ടോ. ഈ പാട്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഒരാളിവിടെ ഇരിക്കുന്നുണ്ട്. അത് അവര് തന്നെ പറയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കൗതുകം നമുക്ക് കേൾക്കാനായിട്ട്. അത് കേൾക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പാസ് ചെയ്യാണ്. അഫ്രക്, നന്നായി പാടി മോനെ, ഒരുപാട് സന്തോഷം. ഇത് ഞാനും ഉമ്മയും കൂടെ ചേർന്ന് പാടിയതാണ്, രണ്ടാൾ പാടിയ പാട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ പാട്ടുകൾ ഒരു പാട്ടുകാരനെ അല്ലെങ്കിൽ ഒരു പാട്ടുകാരിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമ്മളെ പാട്ട്, പ്രത്യേകിച്ച് കോമ്പറ്റീഷനൊക്കെ എടുത്ത് പാടാന്ന് പറയുമ്പോൾ യെസ്, ഐ എം ബ്ലെസ്ഡ്. അപ്പൊ ബെൻസിർത്ത് ഒരു 2 വരി അത് പാടണ്ടേ അല്ലേ? വേണോ? നന്നായി പാടി വെച്ചിട്ടുണ്ട്, എന്നാലും ഞങ്ങൾക്ക് കേക്കണ്ടേ? അഹ്ദവനാദരിത്തെ അഹ്മദ് നോമനിത്തെ ആലമിൽ നിന്നും റഹ്മത്തെ അഷ്റഫുൽ ഖൽഖ് സത്തെ അഷ്റഫുൽ ഖൽഖ് സത്തെ അഹ്ദവനാദരിത്തെ അഹ്മദ് നോമനിത്തെ ആലമിൽ നിന്നും റഹ്മത്തെ അഷ്റഫുൽ ഖൽഖ് സത്തെ അഷ്റഫുൽ ഖൽഖ് സത്തെ. താങ്ക് യു ബെൻസിർത്ത. അപ്പം മോനെ ഈ പാട്ട് എഴുതിയത് സൈനുക്കയാണ്, സൈനുദ്ദീൻ ഇരട്ടപ്പുഴ. ഒരു സാധാരണ വീട്ടമ്മയായ അബീറത്ത, തലശ്ശേരിയുള്ള അബീറത്തയാണ് ഇത് കമ്പോസ് ചെയ്തത്. അബീറത്തൊക്കെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഇതല്ല പ്രൊഫഷൻ, പക്ഷേ അബീറത്ത കമ്പോസ് ചെയ്ത പാട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മോൻ ചില സ്ഥലങ്ങളെല്ലാം എന്താ പറയുക, നന്നായി പാടിയിട്ടുണ്ട്. മോൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ നന്നായി തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. അക്ബർ. പൊളിച്ചു, അടിപൊളിയുടെ ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് പാടുമ്പം. അത് നമുക്ക് ആ മുഖത്തുനിന്ന്, എനിക്ക് ഇത്രയും കണ്ടസ്റ്റൻസ് പാടിയിട്ട് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട്, നമുക്കൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് നമ്മൾ പാടുന്ന സമയത്ത്. ഇതിൻ്റെ ഒരു 5% ഉണ്ടെങ്കിൽ ഞാൻ വിന്നറായിട്ടുണ്ടാവും. അത്രയും കോൺഫിഡൻസ് ഉണ്ട്. അത് വേറെ സംഭവം തന്നെയാണ്. അത് വരുമ്പോൾ തന്നെ നമുക്ക് പാട്ട് പകുതി കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ സംഗതിയൊക്കെ പാടുന്ന ടെക്സ്ചർ ഉണ്ടല്ലോ, നമ്മുടെ ബാദുഷൊക്കെ പാടുന്ന പോലത്തെ. അതെ, ഭയങ്കര 1 2 3 4 നോക്കിങ്ങനെ ഈ ബെൻഡുകളൊക്കെ കറക്റ്റായിട്ട് എന്താ പറയുക, അടിപൊളി ഒരു രക്ഷയില്ല. പിന്നെ മാത്രമല്ല പാടുന്നത് റസൂലുള്ളാഹിയുടെ മദ്ഹുവാണല്ലോ. അപ്പം ഇപ്പോൾ ഇവിടെ മദ്ഹ് റൗണ്ടിൽ ഓൾമോസ്റ്റ് എല്ലാവരും എടുത്തിട്ടുള്ളത് റസൂലുള്ളാഹിയുടെ മദ്ഹാണ്. അപ്പോൾ അതിനുപരി ഈ മദ്ഹും കൂടി കേൾക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. അതിങ്ങനെ പാടി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട, ഒരു രക്ഷയില്ല, അടിപൊളി പാടി. താങ്ക് യു. അപ്പൊ നമുക്ക് മാർക്ക് അറിയാം അല്ലേ? നിഷാദേട്ടാ. അഫ്രക് 20 out of 10. 20. ബെൻസിർത്ത. ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ തന്നെ 20 തരുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. ഏതായാലും നിഷാദേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് ധൈര്യമായി പറയാലോ. 20 again and അക്ബർ. പറയാനില്ല അല്ലേ, ചോദിക്കാനില്ല. 10. അപ്പം പറഞ്ഞോ. 50 on 50. നല്ല എനർജറ്റി ആവട്ടെ. പിന്നെ അക്ബറിന് അറിയിട്ടാണ് ഞങ്ങളുടെ ടോപ്പ് കണ്ടസ്റ്റന്റ് ആണ് അഫ്രാഖ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ടൈം ഓൾസോ അവസാനത്തേക്ക് വേണ്ടി വെച്ചേക്കാൻ തോന്നുന്നു. അതെ അതെ, അടിപൊളി തുറുപ്പ് ചീട്ടാണ് 14,000. തീർച്ചയായിട്ടും അല്ലേ? അടിപൊളി സിംഗിങ് ആണ്. നെക്സ്റ്റ് ടൈം ഇങ്ങനെ തന്നെ വരും, ടോപ്പ് സ്കോറർ ഉറപ്പായിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഡിയർ. താങ്ക്യൂ. Ilaria Grade 1 Soap Mediaone Pathinalam Ravu Season 6 co-presented by Topco Samsam Jewelry, BM Store and Fabrico Live Laundry. Judges, അപ്പോൾ ഇപ്പോൾ ഫുൾ സ്കോറിലൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കണ്ടസ്റ്റന്റിനെ വിളിക്കാം അല്ലേ? വിളിക്കാം. അടുത്തതായി പാടാൻ വരുന്നു തൻവീർ. ഹായ് തൻവീർ. ഹായ് ചേച്ചി. അപ്പൊ ഇപ്രാവശ്യം ഏതാണ് റൗണ്ട്? സന്ദേശം റൗണ്ട്.
സന്ദേശം റൗണ്ടിൽ ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? സ്വർഗം അണഞ്ഞ എന്നൊരു പാട്ട്. ആഹാ, അപ്പം നല്ല പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടല്ലേ വന്നേ? ചെയ്യുന്നുണ്ട്. അക്ബർക്ക തൃശ്ശൂരാണോ വീട്? തൃശ്ശൂരം. എവിടെ? തൃശ്ശൂര് വലപ്പാട്. വലപ്പാട് എവിടെ പഠിക്കണേ? മായ കോളേജാണോ? അല്ലല്ല, ചന്ദ്രാപ്പിന്നിലാണ് പഠിക്കണേ. ചന്ദ്രാപ്പിന്നി ഹൈസ്കൂൾ. അടിപൊളി. നമ്മുടെ ജില്ലയുടെ മാനം. അയ്യോ നിക്ക്, നിന്നു. ഇല്ല, ഞാൻ ആലുവലിന് പഠിക്കണ +2 ചന്ദ്രാപ്പിന്നി. ഞാൻ ചോദിക്കാൻ വരുന്നു, സ്കൂളിലല്ലല്ലോ പഠിക്കുന്നേ, എന്താ ഇങ്ങനെ പറയുന്നേ? സെക്കൻഡ് ഇയർ ആർക്കിടെക്ചർ പഠിക്കണേ. 2 കൊല്ലമായിട്ട് അവിടെ പഠിക്കണേ. എവിടെയെന്നുള്ളത് കറക്റ്റായിട്ട് ഉറപ്പില്ല അല്ലേ? പെട്ടെന്ന് സ്ഥലം പറഞ്ഞു. അപ്പൊ തൻവീർ നന്നായി പാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സ്വർഗം മണഞ്ഞ ഷഹീദിന്റെ മുന്നീന്ന് സങ്കടപ്പെട്ടു കരയേണ്ട നിങ്ങൾ, സങ്കടപ്പെട്ടു കരയേണ്ട നിങ്ങൾ. ബന്ധം മുറിഞ്ഞൊരു വേർപാടിതാണിന്ന്, എന്തിനു തെറ്റിദ്ധരിക്കേണം നിങ്ങൾ, എന്തിനു തെറ്റിദ്ധരിക്കേണം നിങ്ങൾ. സ്വർഗം മണഞ്ഞ ഷഹീദിന്റെ മുന്നീന്ന് സങ്കടപ്പെട്ടു കരയേണ്ട നിങ്ങൾ, സങ്കടപ്പെട്ടു കരയേണ്ട നിങ്ങൾ. സത്യത്തിൻ മാർഗത്തിൽ രക്തം കൊടുത്തവർ നിത്യവും ജീവിക്കും അല്ലാഹുവിങ്കൽ. സത്യത്തിൻ മാർഗത്തിൽ രക്തം കൊടുത്തവർ നിത്യവും ജീവിക്കും അല്ലാഹുവിങ്കൽ, നിത്യവും ജീവിക്കും അല്ലാഹുവിങ്കൽ. സ്വർഗം മണഞ്ഞ ഷഹീദിന്റെ മുന്നീന്ന് സങ്കടപ്പെട്ടു കരയേണ്ട നിങ്ങൾ, സങ്കടപ്പെട്ടു കരയേണ്ട നിങ്ങൾ. സത്യത്തിൻ മാർഗത്തിൽ രക്തം കൊടുത്തവർ നിത്യവും ജീവിക്കും അല്ലാഹുവിങ്കൽ. സത്യത്തിൻ മാർഗത്തിൽ രക്തം കൊടുത്തവർ നിത്യവും ജീവിക്കും അല്ലാഹുവിങ്കൽ. നിറുമല രക്ത കണങ്ങളിൽ നിന്നും ജന്മമെടുക്കുകയാണായിരങ്ങൾ, ജന്മമെടുക്കുകയാണായിരങ്ങൾ. സ്വർഗം മണഞ്ഞ ഷഹീദിന്റെ മുന്നീന്ന് സങ്കടപ്പെട്ടു കരയേണ്ട നിങ്ങൾ, സങ്കടപ്പെട്ടു കരയേണ്ട നിങ്ങൾ. ബന്ധം മുറിഞ്ഞൊരു വേർപാടിതാണെന്ന്, എന്തിനു തെറ്റിദ്ധരിക്കേണം നിങ്ങൾ, എന്തിനു തെറ്റിദ്ധരിക്കേണം
ചേച്ചി. ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള സോങ്ങാ പാടിയത്. ആൻഡ് ഓൾസോ നല്ല ആ ഒരു മൂഡിൽ ഇങ്ങനെ സാഡായിട്ട് ഇങ്ങനെ മൂഡിൽ കൊണ്ടുപോകാൻ പറ്റി. നന്നായി പാടി. താങ്ക് യു. പെൻസിർത്താ തൻവീർ, ആയിത്താ. അക്കുവിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോസ്റ്റാറ്റ് പോലെ ഫീൽ ചെയ്യുന്നു തൻവീറിന്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ വിളിച്ചത് അക്ബറിനെ. എന്ത് തോന്നുന്നു കണ്ടിട്ട് ചോദിക്കാൻ. അതൊന്നും സമ്മതിച്ചു തരൂല. ഇല്ല സമ്മതിച്ചില്ല. എനിക്ക് കണ്ടപ്പോഴേ ഫസ്റ്റ് തോന്നിയേ റിസവാവയുടെ ഒരു അയ്യോ അമ്മച്ചി അമ്മച്ചി ആ പെട്ടി ഇങ്ങ് തന്നേര് അല്ലേ? ചോദിച്ചതില്ല വോക്കി ടോക്കി ഉണ്ടോ. തൻവീർ നന്നായി പാടി കേട്ടോ. താങ്ക് യു. പാടിയ തൻവീര വെള്ളി വീഴുന്നു എനിക്ക്. ഒരു എന്താ പറയുക, ഹൈ പോർഷൻസ് വരുമ്പോഴാണ് തൻവീറിൻ്റെ വോയിസ് ടെക്സ്ചറിൻ്റെ ആണോന്ന് അറിയില്ല, ഹൈ പോർഷൻസ് വരുമ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലോ രജിസ്റ്ററിലെ സ്ഥലങ്ങൾ വരുമ്പോൾ കുറച്ച് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. മോൻ നല്ല ഫീൽ കൊടുത്ത് പാടുന്ന ആളാണ്. അപ്പം അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് നന്നായി തന്നെ ഫീല് നന്നായി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അക്ബർ. തൻവീർ സിംഗ് അടിപൊളിയായിരുന്നു, സൂപ്പറായി പാടിയിട്ടാ. ഈ പാട്ടിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പാട്ടിന് മിഡ് റേഞ്ചിൽ വലിയ പോർഷൻസ് ഇല്ല. ഒന്നിങ്ങ കളരിക്കകത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാനം നെഞ്ചത്ത് എന്ന് പറഞ്ഞ മാതിരി ഒന്നിങ്ങ ഭയങ്കര ലോ അല്ലെങ്കിൽ ഭയങ്കര ഹൈ. അപ്പോൾ ആ പാട്ട് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് നല്ല ലോയും നല്ല ഹൈ ഉള്ളവർക്ക് എന്ത് വൃത്തിക്ക് ഈ പാട്ട് പാടാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രോയുടെ വോയിസ് ടെക്സ്ചർ ബേസിൽ അത്രയും ലോയിലാണ് പാടുന്നത്. അതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അടിപൊളിയായി പാടി. താങ്ക് യു അക്ബർ. അന്വേഷാ തൻവീർ, കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഈ പറഞ്ഞതൊക്കെ തന്നെ കേട്ടോ. ഒന്നുകിൽ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പിന്നെ പിച്ച് സെലക്ട് ചെയ്ത് നോക്കുക, കുറച്ചുകൂടെ മേലോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കുക. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി അങ്ങോട്ട് പോകുന്തോറും നമ്മൾ ഇനി ബെറ്റർ ആവണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആ മഞ്ജുറ പറഞ്ഞ പോലെ ആ തൻവീറിൻ്റെ റേഞ്ചിലേക്ക് വരുമ്പം വോയിസ് ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. ഭയങ്കര ബോൾഡായിട്ട് നല്ലൊരു ഖനത്തിൽ ഇങ്ങനെ വരും ശബ്ദം. അത് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ അതിൽ അതിൻ്റെ സാഹിത്യം വേർഡ്സ് എല്ലാം കൂടി വരുമ്പോൾ ആ എക്സ്പ്രഷനും ഒക്കെ കൂടി വരുമ്പോൾ ആ ഒരു ഏരിയ നല്ല ഭംഗിയായിരിക്കും കേൾക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നിഷാദേട്ടാ. അപ്പൊ നമുക്ക് മാർക്സ് അറിയാം. ഒരു മിനിറ്റ്, അതിനു മുന്നേ ഈ രണ്ടുപേരും കുറെ നേരമായി രണ്ട് പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. പാട് പെട്ടെന്ന് പാടും. അപ്പൊ അത് പിന്നെ ആദ്യം പറയണേ. പ്രാക്ടീസ് അല്ല ഇത്, ഈ പാട്ട് ഒരുപാട് പാട്ടുകളുടെ ഒരു വകവേഗമാണ് ഈ പാട്ട്. അപ്പൊ ആര് പാടും ഇത് അല്ല, ഇത് മറ്റേ ഇതിന്റെ പല്ലവി നിഷാദേട്ടൻ പാടും. ഇതിന്റെ പല്ലവി വരുന്നത് അല്ലേ? അതെ, എന്നിട്ട് ഇങ്ങോട്ട് കൈമാറാം. ഇത് ബാബുഖാന്റെ ഒരു പാട്ടാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന മുത്തേ, കെട്ടിപ്പിടിച്ചു കരയുന്നു മുത്തേ. നാനാനാന ലനാനാനാനാന ലാനാനാന കരയുന്നതെന്തേ ഈ പാട്ട്. ബാക്കി അക്ബർ പാടും. എൻ്റെ ചരണം ഏകദേശം വരുന്നത് അതും ബാബുക്ക തന്നെയാണ്. അനശ്വര ഗായകൻ സത്താർക്ക, നമ്മുടെ ജില്ലക്കാരനാണ്. സത്താർക്ക പാടിയ 14 നൂറ്റാണ്ടു കാലങ്ങൾ പിന്നിട്ട പാവന സ്മരണകൾ കാതാരമല്ലോ. 14 നൂറ്റാണ്ടു കാലങ്ങൾ പിന്നിട്ട പാവന സ്മരണകൾ കാതാരമല്ലോ. പാരം കൊടുമായി കാലിട്ടടിച്ചപ്പോൾ, പാരം കൊടുമായി കാലിട്ടടിച്ചപ്പോൾ പൊട്ടിയൊഴുകിയ സംസവും കാണാൻ മക്കത്തു പോണോരേ.
ഞങ്ങളെ കൊണ്ടുപോകണേ. വല്ലാത്തൊരു മോഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രാഗമാണ്. താങ്ക് യു ഫോർ സെലക്ടിങ് ദിസ് സോങ് ബ്രോ. അപ്പൊ നമുക്ക് മാർക്സിലേക്ക് പോവാം. അപ്പോൾ 18.5. 18.5. നിഷാദേട്ടാ 18.5. 18.5 and Akbar അതിനൊരു 10 വർഷം. 8.5. താങ്ക് യു. അപ്പൊ തൻവീറിന്റെ ടോട്ടൽ മാർക്ക് is 45.5. താങ്ക് യു. തൻവീറിന് ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ കണ്ട ഒരു വലിയൊരു ക്വാളിറ്റി ഉണ്ട്. എപ്പോഴും ചിരിക്കുക മാത്രമൊന്നുമല്ല, ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഭവമാണ് തൻവീറിനുള്ളത്. ഒരു ധാരാളം എളിമയുള്ള ഒരു നിൽക്കണൊക്കെ. നല്ലൊരു ക്വാളിറ്റി അല്ല, അത് വേണം. അല്ല അല്ല ചേട്ടാ, തീർച്ചയായും അത് അങ്ങനെ തന്നെ പോട്ടെ. നാണം വരുന്നോ? ആരൊക്കെയോ എന്തൊക്കെയോ പറയും. ശരിക്കും അങ്ങനെ തന്നെ ആയാൽ വളരെ നല്ലത്. അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് അഭിനയിച്ചാലും കുഴപ്പമില്ല. ആളിങ്ങനെ തന്നെയാണ്, അടിപൊളിയാണ് അല്ലേ? അതാണ്, എന്ത് പറഞ്ഞാലും സമ്മതിക്കും. ആ, എന്ത് പറഞ്ഞാലും സമ്മതിക്കും. അത് എളിമയുടെ ഒരു ലക്ഷണമാണല്ലേ? അപ്പൊ തൻവീർ ചേച്ചി. അടിപൊളിയായിട്ട് നെക്സ്റ്റ് ടൈം ഇങ്ങനെ തന്നെ വരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you. Ilaria Grade 1 Soap Media 1 Pathinalam Ravu Season 6 co-presented by Topco Zamzam Jewelry, BM Store and Fabrico Live Laundry. ഇന്നത്തെ അവസാനത്തെ കണ്ടസ്റ്റന്റാണ് ഞാനിപ്പോൾ വിളിക്കാൻ പോകുന്നത്. മികവ് റൗണ്ടിൽ പെർഫോം ചെയ്യുവാനായി എത്തുന്നു സെയ്ദ്. ഹായ്. As usual, you look so handsome. താങ്ക് യു. ഇത് മാത്രമാണ് ഉള്ളിൽ നിന്ന് വന്നത് കേട്ടോ. അതെ, കറക്റ്റ്. അറിയാതെ വന്നു പോയതാണ്. സത്യമായി പറയണല്ലോ അല്ലേ? ഇതിന് നാണായി. യേശുക്രിസ്തു പഠിപ്പിച്ചേക്കണത് സത്യമായി തന്നെ പറയണല്ലോ. അതാണ്. അപ്പം ഏതാണ് സോങ് സെലക്ട് ചെയ്തിരിക്കുന്നത്? മനസ്സിൽ ഇബിലീസ് കിടക്കും നേരം എന്ന് പറയുന്ന പാട്ട്. ഓക്കെ, അപ്പൊ നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഓ, കഴിഞ്ഞ കമന്റ്സ് ഒക്കെ മനസ്സിലാക്കി വന്നല്ലേ? yeah. അപ്പൊ പാട്ടിലേക്ക് കടക്കാം. വെറുതെ പറയുന്നത് കറക്റ്റ് പാട്ടുന്നു, മനസ്സിൽ ഇബിലീസ്. അപ്പം നന്നായി പാടുക. ഓക്കെ, Sure. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മനസ്സിൽ ഇബ്ലീസ് കടക്കും നേരം മനുഷ്യനെ വെറുത്തകറ്റും. മനുഷ്യനെ വെറുത്തകറ്റും. മനസ്സിൽ ഇബ്ലീസ് കടക്കും നേരം മതമാത്സരം തമ്മിൽ മുറുകും നേരം മരണം വിജയിച്ച് മനുഷ്യർ തോൽക്കും. അടിയിൽ വെട്ടും തൊടുവാളും കടിപിടി കൂട്ടം പോലിവാൾ വെടിപടയോട്ടം പലതാലും നീറി. അടിയിൽ വെട്ടും തൊടുവാളും കടിപിടി കൂട്ടം പോലിവാൾ വെടിപടയോട്ടം പലതാലും നീറി. തമ്മിൽ പിരിഞ്ഞു തല്ലി ചോര ചൊരിഞ്ഞു ഇല്ലും ഉള്ളായി മെലിഞ്ഞു മാറി. തല്ലി പിരിഞ്ഞു തല്ലി ചോര ചൊരിഞ്ഞു ഇല്ലും ഉള്ളായി മെലിഞ്ഞു മാറി. മനസ്സിൽ ഇബ്ലീസ് കടക്കും നേരം മനുഷ്യനെ വെറുത്തകറ്റും. ദ്രോഹം ചേകുത്താൻ്റേതേതു വിധത്തിലറിഞ്ഞവരാരാ. സ്നേഹ
സ്നേഹത്തിൻ്റെ തെളിത്തൻ തന്നിലും വന്ന് കലർത്തിടും ചോര ദ്രോഹം ചേകുത്താൻ്റേതേതു വിധത്തിലറിഞ്ഞവരാരാ സ്നേഹത്തിൻ്റെ തെളിത്തൻ തന്നിലും വന്ന് കലർത്തിടും ചോര കനിവ് പൂങ്കരളിൻ്റെ ചിപ്പിയിൽ നിന്നുമെടുത്തവൻ മാറ്റും പകരം വൻ പകയും പുകയും കരിയും വിഷധൂളികൾ തീർക്കും കനിവ് പൂങ്കരളിൻ്റെ ചിപ്പിയിൽ നിന്നുമെടുത്തവൻ മാറ്റും പകരം വൻ പകയും പുകയും കരിയും വിഷധൂളികൾ തീർക്കും കരുതേണം നമ്മൾ കനിയേണം നമ്മൾ ഇബ്ലീസിനോട് പൊരുതേണം നമ്മൾ കരുതേണം നമ്മൾ കനിയേണം നമ്മൾ ഇബ്ലീസിനോട് പൊരുതേണം നമ്മൾ മനുഷ്യൻ മനുഷ്യനെ വെറുത്തകറ്റും മനസ്സിൽ ഇബ്ലീസ് കടക്കും നേരം ഇബ്ലീസ് എന്ന പഹയനെ ഖൽബിൽ നിന്നുമിറക്കിയയക്ക് ഇവിടെ നല്ലവരായ മനുഷ്യർ മുഴുക്കയും ഒത്തൊരുമിക്ക് ഇബ്ലീസ് എന്ന പഹയനെ ഖൽബിൽ നിന്നുമിറക്കിയയക്ക് ഇവിടെ നല്ലവരായ മനുഷ്യർ മുഴുക്കയും ഒത്തൊരുമിക്ക് ആദം ബാപ്പയിൽ നിന്നും വളർന്നു പെരുത്ത പൊന്മക്കൾക്ക് ആദിയായ പെരിയോൻ തൻ തുണയും തണലും വരുമോർക്ക് ആദം ബാപ്പയിൽ നിന്നും വളർന്നു പെരുത്ത പൊന്മക്കൾക്ക് ആദിയായ പെരിയോൻ തൻ തുണയും തണലും വരുമോർക്ക് കരുതേണം നമ്മൾ കനിയേണം നമ്മൾ ഇബ്ലീസിനോട് പൊരുതേണം നമ്മൾ കരുതേണം നമ്മൾ കനിയേണം നമ്മൾ ഇബ്ലീസിനോട് പൊരുതേണം നമ്മൾ മനസ്സിൽ ഇബ്ലീസ് കടക്കും നേരം മനുഷ്യൻ മനുഷ്യനെ വെറുത്തകറ്റും മതമാത്സരം തമ്മിൽ മുറുകും നേരം മരണം വിജയിച്ച് മനുഷ്യർ തോൽക്കും അടിയിടി വെട്ടും കൊടുവാളും കടിപിടി കൂട്ടം പോലിവാൾ വെടിവടയോട്ടം പലതാലും നീരി അടിയിടി വെട്ടും കൊടുവാളും കടിപിടി കൂട്ടം പോലിവാൾ വെടിവടയോട്ടം പലതാലും നീരി തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു ഇല്ലും ഉള്ളായി മേലിഞ്ഞു മാറി തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു ഇല്ലും ഉള്ളായി മേലിഞ്ഞു മാറി മനസ്സിൽ ഇബ്ലീസ് കടക്കും നേരം മനുഷ്യൻ മനുഷ്യനെ വെറുത്തകറ്റും എന്തായിരുന്നു സൂപ്പർ 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 എല്ലാരും ഇങ്ങനെ എന്താ പറയാ ആസ്വദിച്ച് കൈയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു അത്ര അടിപൊളി സെയ്ദ് അടിപൊളി ഞാൻ ഇത്ര പ്രതീക്ഷിച്ചതേ ഇല്ല സത്യം പറയാലോ ഞാൻ ആദ്യം സെയ്ദ് ഈ പാട്ടാണ് പാടുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചോനെ കാരണം അതിൽ ഒരുപാട് ഇങ്ങനെ കുണുക്ക് സംഗതീസ് ഉണ്ട് അത് കറക്റ്റ് വീണിട്ടില്ലെങ്കിൽ പിന്നെ പണിപാളി പക്ഷെ സെയ്ദ് ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും എന്താ പറയാന്നറിയില്ല എന്നെ ഞെട്ടിച്ചു നന്നായി പാടി കേട്ടോ എനിക്ക് വളരെ ഇഷ്ടമായി കൃഷ്ണദാസ് വടകര കൃഷ്ണദാസ് മാഷിൻ്റെ കമ്പോസിഷനാണ് പിന്നെ അതുപോലെ PT അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ വരികൾ അപ്പോൾ ദാസേട്ടൻ പാടിയ പാട്ട് അപ്പം അത്രയും എസ്റ്റാബ്ലിഷ് ആയ അത്രയും ഫേമസ് ആയ ഒരു പാട്ടെടുത്ത് വരാന്ന് പറയുന്നത് തന്നെ വലിയ ധൈര്യമാണ് കാരണം എല്ലാവർക്കും അറിയുന്ന പാട്ട് നമ്മൾ പാടുമ്പോൾ ആണല്ലോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ ഓൾ ദി ബെസ്റ്റ് ബൻസിറ പറഞ്ഞ പോലെ വളരെ ടഫായിട്ടുള്ളൊരു പാട്ടാണെന്ന് ബൻസിറ പറഞ്ഞു അപ്പോൾ അത് എങ്ങനെ പാടും അപ്പോൾ സെയ്ദ് നന്നായിട്ട് തന്നെ പാടി പിന്നെ പറയുന്ന പോലെ ഈ
ഉണുക്ക് സംഗതികൾ എന്ന് പറയുമല്ലോ, അത് എല്ലാ സ്ഥലം ഒരുപാടുള്ളത് കൊണ്ട് പല ഏരിയകളിലും ചിലപ്പോൾ നമ്മുടെ ആ സ്റ്റെബിലിറ്റി കുറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ 1-2 ഇടങ്ങളിൽ പോയി എന്നല്ലാതെ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പാട്ടെടുത്ത് പാടാൻ കാണിച്ച ധൈര്യത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇനിയും നന്നായി മുന്നോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നിഷാദേട്ടാ. അക്ബർ. സയ്യിദ് ബ്രോ അടിപൊളിയായിരുന്നു. ഈ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ് ഇത് പഠിക്കണത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ലിറിക്സ് എൻ്റെ മൈൻഡിലിരിക്കില്ല. അപ്പോൾ ഇത്രയും ഇതിൻ്റെ അകത്ത് കുറേ വരികളൊക്കെ ചട്ടക്കട്ട സാധനങ്ങൾ കാണാതെ പഠിച്ച് പാടുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. ഞാൻ പൊതുവെ കേട്ട് പഠിക്കാറാണ്. അങ്ങനെ ഞങ്ങൾ കേട്ടാണ് പഠിക്കല്. അങ്ങനെയല്ല, ആ പാട്ട് പ്ലേ ചെയ്തിട്ട് അതിൻ്റെ കൂടെ പാടുക എന്നുള്ള ഞാൻ സാധാരണ ചെയ്യാറ്. അങ്ങനെ തന്നെ പാടാറുണ്ട്. അല്ല അതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഇത് പഠിക്കണ്ടേ, ഇത് കേറണ്ടേ. ഇത് പഠിച്ചാൽ മാത്രം ഉദ്ദേശിച്ചത് വരി തലയിൽ കയറണ്ടേ, ഇത് കേറിയിട്ട് ഇത് ഇവിടെ വന്ന് പാടണ്ടേ, അവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കണ്ടേ. അത് അതിന് ഹാറ്റ്സ് ഓഫ്. ആകെ ഇത് ആലോചിച്ച് വെച്ചത് മിസ്സായത് ഒറ്റ തവണയില്ലു. പിന്നെ വൈഷ്ണവി യു ലുക്ക് ഹാൻസം എന്ന് പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് മറന്നുപോയി. അത് ബാക്കിയെല്ലാം ഫുൾ ടൈം എല്ലാം ഓർമ്മയുണ്ട്. പാട്ടെല്ലാം ആലോചിച്ച് വരികയായിരുന്നു, അത് കേട്ടത് കംപ്ലീറ്റ്. പിന്നെ ആ സംഗതി ഉണ്ടല്ലോ, ആ സംഗതി ഇനി ഏതൊക്കെ കൊമ്പത്ത് പാടുന്ന സംഗതി പാടുന്ന സിംഗർ ആണെങ്കിലും അവിടെ വന്നിട്ട് ഒരു 5 വട്ടം പാടി അതിനകത്ത് ഒരു 3 വട്ടം തെറ്റും. അത് അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ആ സംഗതികളൊക്കെ കറക്റ്റായിട്ട് ഏകദേശം ബ്രോയ്ക്ക് പറ്റണ പോലെ മാക്സിമം നന്നായി പാടിയിട്ടുണ്ട്. പിന്നെ ആ പാട്ടിന് വേണ്ട ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഒരു ആനച്ചന്തം തകർത്തു. അടിപൊളി. താങ്ക് യു. മാർക്സ് കേൾക്കാം അല്ലേ? അക്ബർ 8.5. 8.5. ബൻസിറത്ത 19. 19. നിഷാദേട്ടാ 19. 90. ടോട്ടൽ മാർക്ക് എത്രയാ? 46.5. വളരെ സന്തോഷം. എന്താ പറയാ, അതിന്റെ ഒരു ഫീൽ അവിടെ കിട്ടി അല്ലേ? ഭയങ്കര സാറ്റിസ്ഫൈഡ്. അപ്പൊ ഇതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം നന്നായി പാടുക, അടിപൊളിയാക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അക്ബറിന്റെ ലാസ്റ്റ് ഡേ ആണ് 14 രാവ് സീസൺ 6. അപ്പം ഇത്ര ടൈം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഇത്ര ദിവസം കടന്നു പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ ഈ ഒരു വേദിയിലോട്ട് ഇങ്ങനെ ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ ഒരു ജഡ്ജായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് അർഹിച്ചൊന്നല്ല എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഞാനിവിടെ വന്നതിൻ്റെ അൾട്ടിമേറ്റ്ലായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പാട്ടുകൾ കേൾക്കുക, അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം, നമുക്ക് എന്തെങ്കിലും അറിയണത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം. അതിനേക്കാളുപരി നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളാണ്, ഇവരുടെ അടുത്ത് നമ്മൾക്ക് ഇവരുടെ കൂടെ ഇരിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒരു ഭാഗ്യമാണ്, പ്രത്യേകിച്ച് നിഷാദേട്ടൻ. അപ്പം ആ ഒരു മനസ്സിൽ ആ ഒരു സന്തോഷം കാരണം വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പം അതിനെക്കാട്ടൊക്കെ മുകളിലാണ് ഇവിടുത്തെ കുട്ടികൾ പാടുന്ന സിംഗിങ് സ്റ്റൈല്. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ജോണേഴ്സ്, അതും അടിപൊളിയായിട്ട്. കാരണം ഇത് ഇവർക്ക് വലിയ ടാസ്ക്കാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മുകളിൽ എത്തുന്ന ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത്. കാരണം ഏകദേശം എല്ലാവരും ഒരു ജോണർ അല്ലെങ്കിൽ മറ്റൊരു ജോണറിൽ അവർ പീക്കാണ്. അപ്പം പലർക്കും പല അഡ്വാൻറ്റേജ് ഉണ്ട്. ചിലർക്ക് നല്ല ടോണാണ്, ചിലർക്ക് നല്ല ഫീലാണ്, ചിലർക്ക് നല്ല ഒക്ടേവും സ്ട്രെങ്തനിങ്ങാണ് ഇവരുടെ വോയിസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഭയങ്കര ടാസ്ക്കാണ് അതൊക്കെ. ഇതിലോട്ട് നമ്മൾ കിടക്കുന്നില്ല. പക്ഷേ ഒരു രക്ഷയില്ലാത്ത സിംഗിങ് ആണ്. നല്ലൊരു ട്രീറ്റ് ആയിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷം. 14 രാവ് സീസൺ 6 ഇന്നത്തെ എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതുപുത്തൻ എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫ്രം Elaria, the Great One Soap, Mediaone 14 രാവ് സീസൺ 6, co-presented by Topco Samsung Jewelry, BM Store and Fabrico Live Laundry. Ornament Courtesy, Clarion Fancy, SM Street, Calicut. Costume Courtesy, Ladies Planet, Perindalmanna, Palakkad.